ഓം മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ആത്മഭാവങ്ങളെ, ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്തനീയ വിഷയം ഓരോ പ്രവൃത്തിയും ഈശ്വരസ്മരണയോടെ. ഓം തത്സദിതി നിർദ്ദേശോ ബ്രഹ്മണസ്ത്രിവിധാ സ്മൃതാ ബ്രാഹ്മണാസ്തേന വേദാശ്ച യജ്ഞാശ്ച വിഹിതാ പുരാ. ബ്രഹ്മത്തിന് ഓം തത്സദ് എന്നിങ്ങനെ 3 വിധത്തിൽ നാമനിർദ്ദേശമുണ്ട്. ആ 3 ശബ്ദം കൊണ്ടാണ് ബ്രാഹ്മണാദി വർണ്ണങ്ങളെയും വേദങ്ങളെയും യജ്ഞങ്ങളെയും ആദിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. പ്രിയരെ, യജ്ഞം, ദാനം എന്നു വേണ്ട എല്ലാ കർമ്മങ്ങളുടെയും ഒടുവിൽ ഓം തത്സദ് എന്ന മന്ത്രം ജപിക്കുന്ന പതിവുണ്ട്. ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ ചെയ്തു തീർത്ത കർമ്മം ശുദ്ധവും പാവനവുമാകുമെന്നാണ് വിശ്വാസം. ഇതിനെ ഏത് രീതിയിലും വ്യാഖ്യാനിച്ച് ഏത് പാപവും ചെയ്തതിനു ശേഷം ഈ മന്ത്രം ജപിച്ചാൽ അത് ശുദ്ധമാവില്ല എന്ന് ഭഗവത്ഗീത പറയുന്നു. ഏത് കർമ്മവും ഈശ്വര സ്മരണയോടെ മാത്രം ചെയ്യുക. ഏത് കർമ്മവും ഓം തത്സദ്, അതായത് പരമപുരുഷന് വേണ്ടി, ഈശ്വരന് വേണ്ടിയാവണം ചെയ്യേണ്ടത്. ഈശ്വര സ്മരണയോടെ ചെയ്യുന്ന കർമ്മങ്ങൾ പാപത്തിന്റെ കറയറ്റവയായിരിക്കും. ചാന്തോക്യോപനിഷത്തിൽ ഉദ്ദാലകൻ പുത്രനായ ശ്വേതകേതുവിനോട് തത്വമസി ശ്വേതകേതോ എന്ന് പറയുമ്പോൾ തത് പദാർത്ഥത്തെ ആദ്യം തൊട്ടുകാണിക്കുന്ന യജ്ഞദാന തപസ്സുകൾ ചെയ്യുന്നത് സ്വധർമ്മ ചിന്തകളില്ലാതെ തത്, അതിനെ ഈശ്വരനെ, പദാർത്ഥത്തെ മുമ്പിൽ നിർത്തിയാവണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓം തത്സദ് എന്നതൊരു വാക്യമായി കരുതിയാൽ അതിന് ബ്രഹ്മം പരമകാരണമായ ഉണ്മയാണ് എന്നർത്ഥം ധരിക്കാം. ചുരുക്കത്തിൽ ഒരാൾ ഓം തത്സദ് എന്ന മന്ത്രം ജീവിതത്തിലുടനീളം കൂട്ടിച്ചേർത്ത് ഈശ്വര സ്മരണ പുലർത്തുമെങ്കിൽ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഫലപ്രാപ്തിയിലെത്തും. സ്നേഹപൂർവം, എഞ്ചൻ കയനാടത്ത്.